Honorable Speaker, I present the interim budget for 24-25. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന പാർലമെന്റ് സമ്മേളനത്തിലെ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു ധനമന്ത്രിയുടെ അവതരണം. കടന്നുപോയത് മാറ്റങ്ങളുടെ 10 വർഷങ്ങളാണെന്നും സാമ്പത്തിക രംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടായെന്നും ധനമന്ത്രി പറഞ്ഞു. When our government, under the visionary and dynamic leadership of Honorable Prime Minister Shri Narendra Modi, assumed office in 2014, the country was facing enormous challenges. With Sabka Saath, Sabka Vikas as its mantra, എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം എന്നതാണ് സർക്കാരിന്റെ വിജയ മന്ത്രമായിരിക്കുന്നത്. മികച്ച ജനപിന്തുണയോടെ ഈ സർക്കാരിന്റെ വികസന പദ്ധതികൾ തുടരും. Programs were formulated and implemented promptly. Conditions were created for more opportunities for employment and entrepreneurship. The economy got a new vigor. The fruits of development started reaching the people at scale. 80 കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമാക്കിയെന്നും രാജ്യത്തെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അടുത്ത 5 വർഷം വികസന മുന്നേറ്റത്തിന്റേതാണ്. അടുത്ത തലമുറയുടെ വികസന പദ്ധതികളിലേക്ക് സർക്കാർ കടന്നുകഴിഞ്ഞു. കോവിഡ് കാലത്തുണ്ടായ പ്രതിസന്ധിയിലും പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ 3 കോടി വീടുകൾ നിർമ്മിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. In the last 10 years, however, have targeted each and every household and individual through housing for all, Har Ghar Jal, electricity for all, cooking gas for all, bank accounts and financial services for all in record time. The worries about food have been eliminated through free ration for 80 crore people. Minimum support prices for the produce of Annadata are periodically increased appropriately. These and the provision of basic necessities have enhanced real income in the rural areas. വികസന ഭാരതം ലക്ഷ്യമിട്ടുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി. അഴിമതി കുറച്ചുവെന്നും വികസനത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിയെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാരിനെ ജനങ്ങൾ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ജനങ്ങൾ ഭരണ തുടർച്ച നൽകുമെന്ന പ്രതീക്ഷയിലാണെന്നും മന്ത്രി പറഞ്ഞു. മികച്ച ജനപിന്തുണയോടെ സർക്കാർ വികസന പദ്ധതികൾ തുടരും. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുമെന്ന് ധനമന്ത്രി പറഞ്ഞു. വികസനം എല്ലാ വീടുകളിലും എത്തിച്ചു. സാമൂഹ്യനീതിയും മതേതരത്വവും ഉറപ്പാക്കിയെന്നും ധനമന്ത്രി ബഡ്ജറ്റ് അവതരണത്തിൽ പറഞ്ഞു. ദരിദ്രരുടെ വളർച്ചയാണ് രാജ്യത്തിന്റെ വളർച്ച. 25 കോടി ദരിദ്രരെ കൈപിടിച്ചുയർത്തി. ജൻധൻ അക്കൗണ്ട് വഴി ജനങ്ങൾക്ക് പണം എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തെ 11.8 കോടി കർഷകർക്ക് PM കിസാൻ യോജന പദ്ധതിയിലൂടെ സഹായം എത്തിക്കും. PM മുദ്ര യോജനയിലൂടെ യുവാക്കൾക്ക് സ്മാർട്ട് ആപ്പ് പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. 8 crore farmers, including marginal and small farmers. Crop insurance is given to 4 crore farmers under PM Fasal Bima Yojana. PM മുദ്ര യോജന വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വനിതകൾക്ക് മുദ്ര യോജന വായ്പകൾ ലഭ്യമാക്കി. യുവാക്കളെ ശാക്തീകരിക്കുന്നതിനായി പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. 1.4 കോടി യുവാക്കൾക്ക് പരിശീലനം ലഭിച്ചു. PM ആവാസ് യോജന വഴി വനിതകൾക്ക് വീടുകൾ ലഭ്യമാക്കി. വനിതകൾക്ക് അർഹമായ പരിഗണന ലഭ്യമായി. ജോലി ചെയ്യുന്ന വനിതകളുടെ എണ്ണം പല മടങ്ങായെന്നും ധനമന്ത്രി പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിലെ കുതിപ്പ് സർക്കാരിന്റെ പദ്ധതിയിലെ ഫലപ്രദമായി എന്നും ധനമന്ത്രി പറഞ്ഞു. നിക്ഷേപ സൗഹൃദ രാജ്യമായി ഇന്ത്യ മുന്നേറി. ആഗോള മൂലധനം ഇന്ത്യയിലേക്ക് ഒഴുകുമെന്നും ലോകം രാജ്യത്തെ ഉറ്റുനോക്കുന്നുവെന്നും ധനമന്ത്രി വിശദീകരിച്ചു. മറ്റു പ്രഖ്യാപനങ്ങൾ ഇങ്ങനെയാണ്. ക്ഷീരകർഷകരുടെ ക്ഷേമത്തിന് കൂടുതൽ പദ്ധതി യാഥാർത്ഥ്യമാക്കും. സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി കൂട്ടും. മത്സ്യസമ്പദ് പദ്ധതി വിപുലീകരിക്കും. കൂടുതൽ മെഡിക്കൽ കോളേജുകൾ യാഥാർത്ഥ്യമാക്കും. 1 കോടി വീടുകളിൽ കൂടി സോളാർ പദ്ധതി. കിഴക്കൻ മേഖലകളിൽ കൂടുതൽ ശാക്തീകരിക്കും.
രാഷ്ട്രീയ ഗോകുൽ മിഷൻ പദ്ധതി പാൽ ഉൽപാദനം കൂട്ടും. പുതിയ റെയിൽവേ ഇടനാഴികൾ, സുരക്ഷിത യാത്രയ്ക്കായി 40,000 ബോഗികൾ വന്ദേ ഭാരതിൽ നിലവാരപ്പെടുത്തും. 3 റെയിൽവേ ഇടനാഴികൾക്ക് രൂപം നൽകും. വിമാനത്താവളത്തിൽ വികസനം തുടരും. വ്യോമഗതാഗത മേഖലകൾ വിപുലീകരിക്കും. കൂടുതൽ വിമാനത്താവളങ്ങൾ യാഥാർത്ഥ്യമാക്കും. കൂടുതൽ എയർപോർട്ടുകൾ നവീകരിക്കും. വിനോദസഞ്ചാര മേഖല നിക്ഷേപം, സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കും. ജനസംഖ്യ വർധന പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കും. എന്നിങ്ങനെ നിരവധി പദ്ധതികളാണ് ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നത്. Momentum for Nari Shakti. The empowerment of women through entrepreneurship, ease of living, and dignity for them has gained momentum in these 10 years. 30 crore Mudra Yojana loans have been given to women entrepreneurs. Female enrollment in higher education has gone up by 28% in 10 years. In STEM courses, girls and women constitute 43% of enrollment, one of the highest in the world. All these measures are getting reflected in the increasing participation of women in workforce. Making triple talaq illegal, reservation of 1/3 seats for women in the Lok Sabha and state assemblies, and giving over 70% houses under PM Awas Yojana in rural areas to women, and giving over 70% houses under PM Awas Yojana in rural areas to women as sole or joint owners have enhanced their dignity. ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്.